ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺസ് മാറുന്നു, എക്സാമിന് ടഫ് ആവാൻ വേണ്ടി പോവാണ് എന്നുള്ള കുറേ ന്യൂസ് കാര്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. സോ പ്ലസ് ടുക്കാരാണ്, ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്, എങ്ങനെയാണ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഒരുപാട് കൺഫ്യൂഷൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സോ എങ്ങനെയാണ് ഈ പാറ്റേൺ നമ്മളെ എഫക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ചേഞ്ച് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫോർ എക്സാമ്പിൾ, ഇത്തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഡിസ്ക്രീറ്റ് വേരിയബിളും അതേപോലെ കണ്ടിന്യൂസ് വേരിയബിളും ഇത്രയും വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നത് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിസ്ക്രീറ്റ് വേരിയബിൾ ആയിരിക്കും. സോ അത് ഏതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻസ് വരാറ്. പക്ഷേ ഇത്തവണ വന്നിരിക്കുന്നത് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഡിസ്ക്രീറ്റ് ഏതാണ്, കണ്ടിന്യൂസ് ഏതാണ് എന്നുള്ള രീതിയിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അസൈനബിൾ കോസ്റ്റും ചാൻസ് കോസ്റ്റും ചോദിച്ചുകൊണ്ടുള്ളത്. ഇത്രയും വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ എന്താണ് അസൈനബിൾ കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ചാൻസ് കോസ്റ്റ് എന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത്തവണ ചോദിച്ചിരിക്കുന്നത് 4 ഓപ്ഷൻ തന്നിട്ട് ഇവിടെയും ക്ലാസിഫിക്കേഷൻ ആണ്. സോ ഈ 4 ഓപ്ഷൻസ് എവിടെയും നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ വേണ്ടി പറ്റുന്ന ഒന്നല്ല. പക്ഷെ കാണാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ് അസൈനബിൾ കോസ്റ്റ് എന്നും എന്താണ് ചാൻസ് കോസ്റ്റ് എന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായി തന്നെ അതിന്റെ ഡെഫിനിഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് ഈസി ആയി തന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റും. ഡിസ്ക്രീറ്റ് കണ്ടിന്യൂസിന്റെ കേസായാലും സെയിം തന്നെയാണ്. നമുക്ക് ആ കോൺസെപ്റ്റ് അറിയുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നോക്കുകയാണെങ്കിൽ എനോവയുടെ ക്വസ്റ്റ്യൻ, നമ്മളെ അനാലിസിസ് ഓഫ് വേരിയൻസ് സാധാരണ വരാറുള്ളത് ഒരു ടേബിൾ തന്നിട്ട് അതിൽ നിന്ന് മിസ്സിംഗ് വാല്യൂസ് നമ്മൾ കണ്ടെത്താനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മീൻ സം ഓഫ് സ്ക്വയേഴ്സ് തന്നിട്ട് അതിന്റെ എഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് ഫൈനൽ കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇത്തരത്തിൽ നമ്മൾ ഫസ്റ്റ് തൊട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ, അതായത് കറക്ഷൻ ഫാക്ടർ G²/n എന്ന് തുടങ്ങുന്ന ഇക്വേഷൻ തൊട്ട് ഫൈനൽ നമ്മളെ എഫിന്റെ വാല്യൂ വരെ കണ്ടെത്തി അനോവ ടേബിൾ നമ്മൾ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് ഫൈനൽ ഒരു റിസൾട്ടിലേക്ക് എത്തേണ്ട ഒരു ക്വസ്റ്റ്യൻ ഇത്തവണയാണ് ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒരിക്കലും ഔട്ട് ഓഫ് സിലബസ് അല്ല, ടെക്സ്റ്റിന്റെ പുറമെ നിന്ന് ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുമല്ല, ടെക്സ്റ്റിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. പക്ഷേ കോൺസെപ്റ്റ്സ് ക്ലിയർ ആയിരിക്കണം. എല്ലാ കോൺസെപ്റ്റും സെറ്റായിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് ഏത് രീതിയിൽ ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എല്ലാ ക്വസ്റ്റ്യൻസും മാറുന്നുണ്ടോ? ഇല്ല. സ്ഥിരമായിട്ട് ചോദിക്കുന്ന നമ്മളെ നോർമൽ കർവിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ നമ്മളെ സെമി ആവറേജ് മെത്തേഡ്, ഇത്തരത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഈ വർഷമായാലും ഇനി അങ്ങോട്ടായാലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഇവിടെ മാറ്റം വരാൻ വേണ്ടി പോകുന്നത് ഒരു A+ ലക്ഷ്യം വെച്ച് നിൽക്കുന്ന കുട്ടി അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്ക് ലക്ഷ്യം വെച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ അവിടേക്ക് എത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമുക്ക് A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മൾ കുറച്ച് ഒന്നധികമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. സോ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. പ്ലസ് ടുവിൽ നമുക്കറിയാം പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, പബ്ലിക് എക്സാം ഉണ്ട്. സോ വളരെ വളരെ കുറച്ച് സമയം മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. ഈ കുറഞ്ഞ ടൈമിനുള്ളിൽ എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ ചാപ്റ്റേഴ്സും കോൺസെപ്റ്റ്സും നമുക്ക് സെറ്റ് ആക്കേണ്ടതുണ്ട്. കോൺസെപ്റ്റ് സെറ്റ് ആക്കുകയാണെങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് അടിപൊളിയായി തന്നെ പബ്ലിക് എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എങ്ങനെയാണ് കുറഞ്ഞ ടൈമിനുള്ളിൽ നമുക്ക് കോൺസെപ്റ്റ് സെറ്റ് ആക്കാൻ വേണ്ടി പറ്റും? അതിനാണ് Xylem അവതരിപ്പിക്കുന്ന പുതിയ ബാച്ച് എൻഡ് ഗെയിം. അപ്പോൾ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ്സ് എല്ലാം സെറ്റ് ആക്കാം, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം, ആൻഡ് നമ്മളെ പബ്ലിക് എക്സാം, മോഡൽ എക്സാം എല്ലാം നമുക്ക് അടിപൊളിയായി തന്നെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതുവരെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആപ്പിൽ ജോയിൻ ചെയ്യാം. സോ ഹാപ്പി ലേണിംഗ് വിത്ത് Xylem Commerce.